ഒരു മേഖലയിൽ സക്സസ്ഫുള്ളായി നിൽക്കുന്ന ഒരാൾ മറ്റൊരു മേഖലയിലേക്ക് പെട്ടെന്ന് മാറുകയാണ്. സ്വാഭാവികമായും രണ്ട് രീതിയിലുള്ള വാർത്തകളായിരിക്കും ഉണ്ടാവുക. പറഞ്ഞു വരുന്നത് തമിഴ്നാട് CM വിജയെക്കുറിച്ചാണ്. ഒന്ന്, നമ്മുടെ സോഷ്യൽ മീഡിയ ഫീഡിൽ വരുന്ന ഹൈ ഡ്രാമ കോൺസ്പിറസി വീഡിയോകൾ, ഇന്റർനാഷണൽ ഫണ്ടുകൾ, രഹസ്യ ചിഹ്നങ്ങൾ, പിന്നെ ആഗോള ശാഖയായ ഇലുമിനാറ്റി കണക്ഷൻ. അതിനെ അങ്ങനെ ചുമ്മാ തള്ളിക്കളയാൻ പറ്റില്ല, തെളിവുകൾ നിരത്താം. രണ്ടാമതായി പറയുന്നത് റൂട്ട് മാഫിയയാണ്, അതായത് ദ റിയൽ ഗ്രൗണ്ട് ലെവൽ പൊളിറ്റിക്സ്. ദളപതി വിജയ് തമിഴക വെട്രി കഴകം TVക്ക് അനൗൺസ് ചെയ്തതിന് ശേഷം ഇന്റർനെറ്റിൽ ഇത്തരം പോളറൈസിങ് ചർച്ചകൾ സജീവമാണ്. പക്ഷേ നമുക്ക് ഈ ഇന്റർനെറ്റ് കഥകൾക്ക് അപ്പുറത്തുള്ള ചില ഒറിജിനൽ തമിഴ്നാട് പൊളിറ്റിക്സ് ഒന്ന് നോക്കാം. നമ്മുടെ പൊളിറ്റിക്സിൽ നിന്നും അത് കുറച്ച് വ്യത്യസ്തമാണ്. അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ഒന്ന് നോക്കാം. സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് വരിക എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ അത്ര പുതിയ കാര്യമൊന്നുമല്ല. 1965 എങ്ക വീട്ട് പുള്ളെ എന്ന് പറയുന്ന സിനിമയിലൂടെ ജനഹൃദയങ്ങളിലേക്ക് എത്തിയ MGR, അതിനുശേഷം ജയലളിത, കരുണാനിധി എന്നിവരെല്ലാം സിനിമയിൽ നിന്നും പൊളിറ്റിക്സിലേക്ക് വന്നവരാണ്. തമിഴ്നാടിന് അങ്ങനെ കുറച്ച് ചരിത്രം പറയാനുണ്ട്. എന്നാൽ വിജയുടെ കാര്യത്തിൽ ഇവിടെ ഒരൽപ്പം വ്യത്യസ്തമാണ്. അതായത് ഒരു ഓവർനൈറ്റ് ഷിഫ്റ്റ് സംഭവിക്കുന്നു. പെട്ടെന്നൊരു ദിവസം ഒരു പാർട്ടി പ്രഖ്യാപിക്കുന്നു. ആ പാർട്ടിയുടെ റാലിക്ക് ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നു. അങ്ങനെ ഒരു ഓവർനൈറ്റ് സംഭവം ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്താണ്? കയറിപ്പോരും ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. വിജയ് മക്കൾ ഇയക്കം ഏതാണ്ട് 10 മുതൽ 15 വർഷത്തിനിടയിലാണ് ഈ ഒരു ഷാഡോ വെൽഫെയർ ഓർഗനൈസേഷൻ്റെ പ്രവർത്തനം തമിഴ്നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ആരാധക വൃന്ദം എന്ന് മാത്രം വിളിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കാരണം പ്രളയം സംഭവിച്ച സമയത്ത്, പ്രളയം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം ജനങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു സംഘടന നടത്തുന്നുണ്ട്. അവിടെ പല ഫ്രീ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം വെറും ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ആരാധകരായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ ചെയ്യുന്നതാണ് എന്ന് വിശ്വസിക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ ഇതൊരു ഓർഗനൈസേഷണൽ ട്രെയിനിങ് ആണ്. അതായത് കഴിഞ്ഞ 10-15 വർഷമായി ഒരു പ്രദേശത്ത് ഒരു ഫാൻ ക്ലബ് ഹെഡ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പതിയെ അയാൾ ആ വാർഡിലെ പ്രമുഖനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി മാറുന്നു. ഒരു ലോക്കൽ നെറ്റ്വർക്ക് അയാൾ സൃഷ്ടിച്ചെടുക്കുന്നു. ഇത് ഇൻറ്റൻഷനലി ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ പിന്നെ അതിന് പിന്നിൽ വിദേശത്ത് എവിടെയോ ഉള്ളൊരു രഹസ്യ സംഘടനയാണ് എന്ന് നമ്മൾ കരുതുന്നതിൻ്റെ പിന്നിലുള്ള ലോജിക്ക് എന്താണ്? ലോജിക്ക് അവിടെ നിൽക്കട്ടെ. എന്നിട്ടും ഇന്റർനെറ്റിൽ ഒരുപാട് പേർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു വിജയുടെ വിജയത്തിന് പിന്നിൽ ഇലുമിനാറ്റിയാണ് എന്ന്. അങ്ങനെ വിശ്വസിക്കാനും അങ്ങനെ ചർച്ച ചെയ്യാനും ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായുള്ള വിജയുടെ സിനിമകൾ എടുത്ത് നോക്കിയാൽ അതിൽ പോസ്റ്ററുകളിലും വിജയ് ധരിച്ചിട്ടുള്ള ടീഷർട്ടുകളിലും സിനിമയിലെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ചില രഹസ്യ സിംബലുകൾ ഒളിപ്പിച്ചു വെച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഓൾ സീയിങ് ഐ, സാത്തനിക് ക്രോസ്, ട്രയാങ്കിൾ എന്നിങ്ങനെ പലതും പല സിനിമകളിലും പോസ്റ്ററുകളിലും നമുക്ക് കാണാം. പ്രത്യേകിച്ചും ആളുകൾ പറയുന്നത് കണ്ണുകളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇൻട്രോ ആനിമേഷൻ, വേലായുധം പോസ്റ്ററിലെ ഹാൻഗസ്റ്റർ, ബിഗിൽ സിനിമയിലെ ടീഷർട്ട്, മാസ്റ്റർ സിനിമയിലെ ട്രയാങ്കിൾ, ആ ടൈറ്റിലിൽ കാണിക്കുന്ന ട്രയാങ്കിൾ, ഈവൻ ബീസ്റ്റ് സിനിമയിലെ ടൈറ്റിലിൽ പോലും ഒരു ഓൾ സീയിങ് ആയി നമുക്ക് കാണാൻ കഴിയും. പിന്നീട് വന്ന മിക്ക സിനിമകളിലും, ഗോട്ടിലും ലിയോയിലും ജനനായകനിലും വരെ ഇങ്ങനെ പലതും നമുക്ക് കാണാൻ കഴിയും. വിജയുടെ പാർട്ടിയുടെ കൊടി ഇറങ്ങിയ സമയത്ത് അതിൻ്റെ നിറം, അതിൻ്റെ പ്ലേസ്മെൻറ്റ്, എന്തിന് വേദിയിൽ വിജയ് കാണിച്ചിട്ടുള്ള പല ശാരീരികമായിട്ടുള്ള ആംഗ്യങ്ങൾ പോലും ഇതിന് പിന്നിൽ ലോകം മുഴുവൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആഗോള രഹസ്യ സംഘടനയുടെ ഇടപെടലുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ചർച്ചകൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയും. ഇതൊക്കെ ആളുകൾ വിശ്വസിക്കാനുള്ള കാരണം എന്താണ്? അതായത് 100 കോടിയിൽ കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന, സക്സസിന്റെ പീക്കിൽ നിലനിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ സിനിമ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു. എന്തുകൊണ്ട്? നമ്മളിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാവും ഇയാൾക്ക് വട്ടാണോ എന്ന്, അല്ലേ? സ്വാഭാവികമായും ആരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാണുമല്ലോ. അതായത് ഇത്രയും വരുമാനം ലഭിക്കുന്ന സിനിമ പോലുള്ളൊരു മേഖലയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് വരാൻ ഇയാൾക്ക് വട്ടാണോ എന്ന്. ഇതിൻ്റെ എല്ലാം പിന്നിൽ നാടിനോടുള്ള സ്നേഹമാണോ, അതോ അധികാരത്തോടുള്ള അഭിനിവേശമോ? അതല്ലെങ്കിൽ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും നിഗൂഢ ലക്ഷ്യമുണ്ടായിരിക്കുമോ? സ്വാഭാവികമായും അങ്ങനെയും ചിന്തിക്കാം. അവിടെയാണ് ഇല്ലുമിനാറ്റിയുടെ പ്രസക്തി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുപാട് ചോദ്യങ്ങളുമായി അതിനുള്ള ഉത്തരങ്ങളുമായി നടക്കുന്ന നമുക്ക് എപ്പോഴും ഇഷ്ടം എളുപ്പത്തിൽ ദഹിക്കുന്ന ചില ഉത്തരങ്ങളാണ്. അവൻ്റെ ഉള്ളിലേക്ക്
വിദേശ സിനിമ ഫണ്ടിങ്ങുകളെ കുറിച്ചോ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കുകളെ കുറിച്ചോ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പുകളെ കുറിച്ചോ പറഞ്ഞാൽ അവന് ദഹിക്കില്ല. അവന് ദഹിക്കുന്ന ഒരേ ഒരു ഉത്തരം ഇതിൻ്റെ എല്ലാം പിന്നിൽ, വിജയുടെ സക്സസിന് പിന്നിൽ ഇലുമിനാറ്റിയാണ് എന്നൊരൊറ്റ ഉത്തരമായിരിക്കും. അപ്പം ചോദ്യം ഇതാണ്, വിജയ്ക്ക് പിന്നിൽ കോടികളുടെ ഫണ്ടിങ് ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. പക്ഷെ അത് യൂറോപ്പിലെ ഏതെങ്കിലും രഹസ്യ ഭൂഗർഭ അറകളിൽ ഇരുന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു രഹസ്യ സംഘടനയല്ല. അതിൻ്റെ പിന്നിൽ പതിറ്റാണ്ടുകളായി തമിഴ്നാട്ടിലും വിദേശത്തുമുള്ള സിനിമാ മാർക്കറ്റുകളിൽ നിന്നും മ്യൂസിക് റൈറ്റ്സിൽ നിന്നും പ്രാദേശിക ബിസിനസ് സിൻഡിക്കേറ്റുകളിൽ നിന്നും ഉണ്ടാക്കിയ സാമ്പത്തിക ശക്തിയാണ് എന്ന് പറയാം. വിജയ്ക്ക് പിന്നിലെ ഇലുമിനാറ്റി എന്നത് ഇന്റർനെറ്റിൽ കൗതുകമുള്ളൊരു കഥയാണ്. പക്ഷേ തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിലെ ഫണ്ടിങ് എന്നത് പ്യുവർ ബിസിനസ്സാണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം. ഗ്രൗണ്ട് ലെവൽ ലോജിസ്റ്റിക്സ്. അതായത് ഇന്റർനെറ്റിൽ ഇരുന്ന് രാഷ്ട്രീയം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും തമിഴ്നാട്ടിലെ രാഷ്ട്രീയം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു റാലിയിലേക്ക് ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ടുവരാൻ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് പോസ്റ്റ് ഇട്ടാലോ യൂട്യൂബിൽ ഒരു ഹൈപ്പ് ഉണ്ടാക്കിയാലോ നടക്കുമെന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. എന്നാൽ തമിഴ്നാട്ടിലൊരു അലിഖിതമായൊരു നിയമമുണ്ട്. അതായത് നിങ്ങളുടെ റാലി വാല്യൂ എത്രയാണോ അത്രത്തോളം ഗ്രൗണ്ട് റൂട്ടുകൾ നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കണം എന്ന്. വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു റാലി നടക്കുന്നു. അവിടേക്ക് 3-4 ലക്ഷം ആളുകളെ എത്തിക്കണം. ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ട് ക്യാമ്പയിൻ ചെയ്തതുകൊണ്ടോ സോഷ്യൽ മീഡിയ അൽഗോരിതം മാറ്റിമറിച്ചത് കൊണ്ടോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ തമിഴ്നാട്ടിൽ സംഭവിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്. അവിടെയാണ് റൂട്ട് മാഫിയ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത്. തിയേറ്റർ റൂട്ട്, ട്രാൻസ്പോർട്ട് റൂട്ട്. പുറത്തുനിന്ന് കാണുന്ന നമുക്ക് അത് വെറും ഒരു റൂട്ട് മാത്രമാണ്. പക്ഷേ അവരെ സംബന്ധിച്ച് അതൊരു സിൻഡിക്കേറ്റ് ആണ്. റൂട്ട് നെറ്റ്വർക്ക്. DMK, AADMK തുടങ്ങിയ പരമ്പരാഗത പാർട്ടികൾക്ക് പതിറ്റാണ്ടുകളായി ഇതിൽ പരിചയമുണ്ട്. അവർക്കെല്ലാം പ്രാദേശിക ട്രാൻസ്പോർട്ട് മുതലാളിമാരായും റൂട്ട് കോൺട്രാക്ടർമാരായും നേരിട്ട് അടുത്ത ബന്ധവുമുണ്ട്. റാലിക്ക് ആളെ കൊണ്ടുവരാൻ 1000 ബസ്സുകൾ വേണമെങ്കിൽ ഒരൊറ്റ ഫോൺ കോളിൽ അത് റെഡിയാവുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് തിയേറ്റർ റൂട്ടും. വിജയുടെ ഒരു പടം പുറത്തിറങ്ങുമ്പോൾ A ക്ലാസ് B ക്ലാസ് തിയേറ്ററുകളുടെ 90% സ്ക്രീനുകളും ഇവരുടെ നിയന്ത്രണത്തിലായിരിക്കും. സിനിമയിൽ ഇതിനെ പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ റൂട്ട് എന്നാണ്. ഈ ഒരൊറ്റ പരിപാടിക്ക് ബോക്സ് ഓഫീസ് തന്നെ നിയന്ത്രിക്കാൻ സാധിക്കും. പറഞ്ഞു വരുന്ന വിഷയം ഒന്ന് മാത്രമേ ഉള്ളൂ. വിജയുടെ വിജയത്തിന് പിന്നിൽ ഇലുമിനാറ്റിയാണ്, ചില രഹസ്യ സംഘടനകളാണ് എന്നൊക്കെ ഞങ്ങളെപ്പോലുള്ള രഹസ്യ സംഘടനകളുമായി ബന്ധമുള്ള കോൺസ്പിറസി തിയറിസ്റ്റുകൾ പറയുന്നുണ്ടാവും. പക്ഷേ യഥാർത്ഥത്തിലുള്ള പൊളിറ്റിക്സ് സംഭവിക്കുന്നത് തമിഴ്നാട്ടിലെ റോഡുകളിലാണ്, തിയേറ്റർ റൂട്ടിലാണ്, ബസ് റൂട്ടിലാണ്. തമിഴ്നാട്ടിലെ അല്ല, റിയൽ പൊളിറ്റിക്സ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് സിനിമയുടെ തിരക്കഥയേക്കാൾ കൂടുതൽ സ്ക്രിപ്റ്റഡ് ആയിട്ടായിരിക്കും. അത് നിലനിൽക്കുന്നത് ടൈമിങ്ങിലും ട്വിസ്റ്റുകളിലുമായിരിക്കും. ഇത് പൊളിറ്റിക്സിൽ മാത്രമാണ് എന്ന് വിചാരിക്കരുത്. ഈ വർഷത്തെ വേൾഡ് കപ്പ് കണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എവറിത്തിങ് ഈസ് സ്ക്രിപ്റ്റഡ്. സോ ഇത് തമിഴ്നാട്ടിൽ മാത്രം സംഭവിക്കുമോ അതോ മൊത്തത്തിൽ പടർന്ന് പിടിക്കുമോ? കമൻറ്റ് ബോക്സിൽ കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ.